സംസ്ഥാന സർക്കാരിന് സർവകലാശാലകളിലെ വിസിമാരുടെ നിയമനം നടത്താമെന്ന തരത്തിൽ ഒരു വിധി വരികയാണെങ്കിൽ അത് കേന്ദ്രത്തിന് തിരിച്ചടിയാകും. കേന്ദ്രത്തിൻ്റെ ഒരു പിടിവള്ളി എന്നത് ഗവർണറാണല്ലോ. അതുകൊണ്ട് തന്നെ അത് കേന്ദ്ര സർക്കാരും ഈ കേസിൽ കക്ഷി ചേരുകയും അങ്ങനെ ഒരു വാദത്തിലേക്ക് പോവുകയും ചെയ്യും. പലപ്പോഴും നമുക്കറിയാം, കോടതി ഇടപെട്ട് കഴിഞ്ഞാൽ അവിടെ സർക്കാരിന് വിരുദ്ധമായ നിലപാടുകൾ പലപ്പോഴും സ്വീകരിക്കാറില്ല. പക്ഷേ ഇത് നമ്മുടേതൊരു ഫെഡറൽ സംവിധാനമാണ്. അതിൽ ഏത് സർക്കാരിനൊപ്പം നിൽക്കും എന്നതിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെടും. ഇപ്പോൾ ഇതാ സിസ തോമസ് ചുമതലയേൽക്കാൻ എത്തുന്നു എന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. സിസ തോമസ് എത്തുകയാണ്. ഇതാണ് ഈ സിസ തോമസ് ആണ് സർക്കാരിന് അനഭിമതയായിട്ടുള്ള VC. ആ VC എന്ന നിയമനത്തിലേക്ക് ഇവിടെ എത്തുമ്പോൾ അപ്പുറത്ത് ഗവർണർ കോംപ്രമൈസ് ചെയ്തു. ഗവർണറിന് തീരെ താല്പര്യമില്ലാത്ത സജി ഗോപിനാഥിനെയാണ് മറ്റൊരു VC ആയി തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നതാണ്. സിസ തോമസിന് പൂച്ചെണ്ട് നൽകി സർവകലാശാല അധികൃതർ സ്വീകരിക്കുകയാണ്. അങ്ങനെ ഔദ്യോഗികമായി ഇതാ ചുമതലയെടുക്കാൻ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ്. സിസ തോമസ് ആകട്ടെ നിയമപരമായ വലിയ പോരാട്ടങ്ങൾ നടത്തി സർക്കാരിനെതിരെ വിജയം നേടിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. നേരത്തെ തന്നെ സിസ തോമസ് അങ്ങനെ നിയമപരമായൊരു പോരാട്ടം. ഇവിടെയാണ് പ്രിയ പ്രേക്ഷകരെ നേരത്തെ ഞാൻ ഓർമ്മിപ്പിച്ചത്, ഗവർണറുടെ വാദം എന്നത് ഇതേ സിസ തോമസിനെ തന്നെ സർക്കാർ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ സമിതികളിൽ അംഗമാക്കിയിരുന്നു എന്നുള്ളതാണ്. അതാകട്ടെ വളരെ തന്ത്രപ്രധാനമായ സമിതികളിലാണ് സർക്കാർ സിസ തോമസിനെ നിയമിച്ചത്. അപ്പോൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത, ക്വാളിറ്റി ഇല്ലാത്ത ഒരാളെ എങ്ങനെയാണ് നിങ്ങൾ ഈ സമിതികളിലൊക്കെ നിയമിച്ചത്? ഇപ്പോൾ സർക്കാർ പ്രവർത്തനങ്ങൾ അതേപടി അനുസരിക്കാത്തതോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ചില പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നതോ ആണ് സിസ തോമസിനെ അനഭിമതയാക്കിയത്. അതുകൊണ്ട് നിങ്ങൾ ഈ തീരുമാനത്തെ എതിർക്കുന്നു. ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള, അതായത് സെർച്ച് കമ്മിറ്റി തെരഞ്ഞെടുത്ത ആളുകളിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ സിസ തോമസ് അല്ലേ എന്ന ചോദ്യം ആയിരുന്നു ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഈ വിഷയത്തിൽ ഗവർണറുടെ തീരുമാനത്തിന് സർക്കാർ വഴങ്ങുകയും അങ്ങനെയാണ് സിസ തോമസ് ഇപ്പോൾ ചുമതല ഏറ്റെടുക്കാൻ പോവുകയും ചെയ്യുന്നത്. അതേസമയം മറുഭാഗത്താകട്ടെ സജി ഗോപിനാഥ് ചില അഴിമതിയുമായി ബന്ധപ്പെട്ട് സജി ഗോപിനാഥിനെതിരെ റിപ്പോർട്ടുകളുണ്ട് എന്നും അങ്ങനെയുള്ള ഒരാളെ നിയമിക്കാൻ പറ്റില്ല എന്നുമൊക്കെയുള്ള ഉറച്ച നിലപാടിൽ ആയിരുന്നു ഗവർണർ നിലയുറപ്പിച്ചത്. പക്ഷേ അത് സാധ്യമായിട്ടില്ല. ഇപ്പോഴിതാ ഒരു തരത്തിൽ പറഞ്ഞാൽ സിസിയുടെ ഒരു വിജയം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ ഒരു ഏറ്റുമുട്ടലോ വിജയമോ മത്സരമോ എന്നതല്ല അതിൻ്റെ യുക്തി. എന്നിരുന്നാൽ പോലും നിയമ പോരാട്ടത്തിലൂടെയൊക്കെ മുന്നോട്ട് പോയിട്ടുള്ള, അതും സർക്കാർ സംവിധാനത്തിനെതിരെയാണ് നിയമ പോരാട്ടമൊക്കെ നടത്തിയിട്ടുള്ള ഒരു വനിതയായിട്ടുള്ള ആൾ എന്ന നിലയിൽ അവരുടെ കാര്യപ്രാപ്തിയെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. നിരവധിയായ സമിതികളെ എന്തായാലും VV അരുൺ ചേരുന്നുണ്ട്. അരുൺ, നമുക്കറിയാമല്ലോ നേരത്തെയും ചില നിയമ പോരാട്ടങ്ങൾക്കൊക്കെ സിസ നേതൃത്വം നൽകിയതാണ്. അവിടെ പലപ്പോഴും അനുകൂലമായി വിധിയും സമ്പാദിച്ചതാണ്. പിന്നീടാണ് ഇതുമായി ബന്ധപ്പെട്ട തർക്കമുണ്ടാകുന്നത്. എന്തായാലും സിസ ഒടുവിൽ വിജയിച്ചിരിക്കുന്നു ഈ വിഷയത്തിൽ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന് കാരണമായിട്ടുള്ളത് ഗവർണർ ആകാം, അല്ലെങ്കിൽ ഈ തർക്കമൊക്കെ ആകാം. മറ്റു വിവരങ്ങൾ കൂടി ഇതാ ചുമതലയേൽക്കാൻ എത്തുകയാണല്ലോ. തീർച്ചയായിട്ടും വലിയ ഒരു പോരാട്ടത്തിന് ഒടുവിലാണ് ഈ സ്ഥാനലബ്ധി എന്ന് കൂടി പറയേണ്ടി വരും. നിലവിലെ വൈസ് ചാൻസലർ ശിവപ്രസാദ് ഒപ്പമാണ് സിസ തോമസ് ചുമതല ഏറ്റെടുക്കാൻ എത്തുന്നത്. സർക്കാരുമായി ഇത്രയേറെ സമീപകാലത്ത് പോരാട്ടം നടത്തുകയും അത് വിജയിക്കുകയും ചെയ്ത മറ്റൊരു ഉദ്യോഗസ്ഥയില്ല. പിണറായി സർക്കാരിന്റെ കണ്ണിലെ കരടെന്ന് തന്നെ അവരെ പറയേണ്ടി വരും. കാരണം ഗവർണറുടെ വലിയ പിന്തുണ, അത് ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലം മുതൽ ഗവർണറുടെ വലിയ പിന്തുണ ലഭിക്കുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെയൊക്കെ ഏറ്റവും വലിയ കരടായി നിന്ന ഉദ്യോഗസ്ഥയാണ് അവർ. ആ ഒരു വലിയൊരു പോരാട്ടം, അതിൽ വലിയ പിന്തുണ അവർക്ക് ലഭിച്ചത് സ്വാഭാവികമായും പഴയ രാജ്ഭവന്റെ, ഇന്നത്തെ ലോക്ഭവന്റെ, അതിനൊപ്പം തന്നെ കോടതികളുടെ ഒക്കെ പോരാട്ടം. ഒരു സമയത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ നിന്നൊക്കെ വലിയ അനുകൂല വിധികൾ അവർക്ക് ലഭിച്ചിരുന്നു. പെൻഷൻ പോലും തടഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പോൾ ആ ഒരു പ്രതികാരം, സർക്കാരിനോടുള്ള ഒരു മധുരപ്രതികാരമായി കൂടി ഒരു പക്ഷേ ഈ നിമിഷത്തെ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. രാഷ്ട്രീയമുണ്ട്, സ്വാഭാവികമായും സിസ തോമസിന് വേണ്ടി രാജ്ഭവന്റെയൊക്കെ ഇടപെടലും രാഷ്ട്രീയമുണ്ട്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഒരു ഉദ്യോഗസ്ഥയുടെ ഒരു വിജയം, സർക്കാരിനെതിരെ നിന്നുകൊണ്ട് ഇപ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി അവർ ചുമതല ഏറ്റെടുക്കുകയാണ്. ഇപ്പോൾ ആ ഉത്തരവിൽ അവർ ഒപ്പിടുന്ന ദൃശ്യങ്ങളാണ് ന്യൂസ് 18 പ്രേക്ഷകർ കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നടപടി, കോടതി നിയോഗിച്ച ധൂരിയ കമ്മിറ്റിയുടെ ഒക്കെ ഇടപെടൽ, അതിനുശേഷം മുഖ്യമന്ത്രിയും ഗവർണറുമായും അപ്പോഴും തീരാത്ത തർക്കം. സിസ തോമസിന് ഒരു കാരണവശാലും ഈ ചുമതല
കേന്ദ്രത്തിൽ കൊണ്ടുവരാൻ അനുവദിക്കില്ലെന്ന് സർക്കാർ മുഖ്യമന്ത്രി നിലപാടെടുക്കുന്നു. പക്ഷേ സിസ തോമസിനെ നിയമിക്കാതെ സർക്കാരിന്റെ താൽപര്യമുള്ള സജി ഗോപിനാഥിനെ ഡിജിറ്റൽ സർവകലാശാലയിലേക്കും കൊണ്ടുവരാൻ അനുവദിക്കില്ല എന്ന നിലപാട് ഗവർണർ സ്വീകരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും ഒരു ഒത്തുതീർപ്പെത്തിക്കൊണ്ട് വഴങ്ങിക്കൊണ്ട് ഒരു തീരുമാനമുണ്ടാകുന്നു. അവിടെ സിസ തോമസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VC എന്ന പദവിയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ സജി ഗോപിനാഥ് അധികം വൈകാതെ ഡിജിറ്റൽ സർവകലാശാലയുടെ VC ചുമതല ഏറ്റെടുക്കും. സിസ തോമസ് പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. അവർ ചുമതല ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി അവരുടെ പ്രതികരണത്തിലേക്കും പോകാമെന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട വളരെ നിർണായകമായ ഒരു നീക്കം. സർക്കാരും ഗവർണറും ഒത്തുതീർപ്പെത്തിയ ശേഷം ഡോക്ടർ സിസ തോമസിനെ ഇവിടെ ഈ ചുമതലയിലേക്ക് നിയമിക്കുകയാണ്. അവരുടെ തീർച്ചയായും പ്രതികരണത്തിന് അരുൺ ശ്രമിക്കുന്നുണ്ട്. നമുക്ക് പ്രതികരിക്കുമോ എന്നതിൽ വ്യക്തതയില്ല. പക്ഷേ പ്രതികരിക്കുമെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. ഇതാ മാധ്യമപ്രവർത്തകരെല്ലാവരും അവരുടെ മൈക്ക് സിസ തോമസിന് മുന്നിലേക്ക് വെക്കുന്നുണ്ട്. ഇനി എന്താണ് പറയാനുള്ളത്? അങ്ങനെ സർക്കാരിനെയോ അല്ലെങ്കിൽ ആരെയെങ്കിലും ആക്രമിക്കുന്ന ഒരു പ്രതികരണമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അവരൊരു അക്കാഡമിക് തലത്തിൽ മികവ് പുലർത്തുന്ന ഒരു വനിതയാണ് എന്നത് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. പക്ഷേ സർക്കാരിൻ്റെ ചില താല്പര്യങ്ങൾ അവർക്ക് ഒപ്പം നിന്നില്ല എന്നതാണ് ആക്ഷേപം എന്നാണ് ഗവർണർ സൂചിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സിസ തോമസിനെ മാറ്റി നിർത്തുക എന്നത് പ്രായോഗികമല്ല എന്ന വാദത്തിൽ ഗവർണർ ഉറച്ചു നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. യെസ്, തീർച്ചയായിട്ടും സന്തോഷം തോന്നുന്നു. കഴിഞ്ഞ തവണ ചുമതലയേറ്റെടുക്കാൻ വരുമ്പോൾ വലിയ പ്രതിഷേധങ്ങളാണ് ഉണ്ടായത്. പോലീസ് പ്രൊട്ടക്ഷനിലാണ് ഇങ്ങോട്ടേക്ക് കയറി പറ്റാൻ തന്നെ കഴിയും. അപ്പോൾ അതിൽ നിന്നൊക്കെ വിരുദ്ധമായി സ്വീകരണമൊക്കെ കിട്ടി കൃത്യമായ നടപടിക്രമങ്ങളോടുകൂടി മാം ഈ സീറ്റിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആ രണ്ട് സമയവും നമ്മൾ എങ്ങനെയായി? നമ്മൾ പഴയത് ഓർക്കേണ്ടതില്ല എന്നുള്ള ഒരു ചിന്താഗതിയാണ് ഞാൻ. ഇന്നിപ്പം കാണുന്ന ഒരു സ്വീകരണം സന്തോഷം തരുന്നതാണ്. അല്ലാതെ മാമിന്റെ പേരിനെ ചൊല്ലിയാണ് ഈ നിയമനം ഇത്രനാൾ നീണ്ടത്. ഈ തർക്കങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ സർക്കാർ മാമിനെ നിയമിക്കാൻ പാടില്ല എന്ന് രേഖാമൂലം എഴുതി നൽകി. അത് പാടില്ല എന്നത് കഴിയില്ല എന്ന് ഗവർണർ നിലപാട്. അപ്പോൾ മാമിന്റെ പേരാണ് ഇത് ഏറ്റവും നിർണായകമാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉത്തരവാദിത്വം കൂടുന്നു എന്നുള്ളത് എനിക്കറിയാം. എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്ത് കാണിച്ചാൽ മാത്രമേ അതിനൊരു ഉത്തരവാകുള്ളൂ. ഒരു സംശയവും ഇല്ല, തീർച്ചയായിട്ടും സഹകരിച്ചുകൊണ്ടായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ അധ്യയനം മുടങ്ങിയോ? നമ്മുടെ മുൻ VC ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനൊരു കാലം ഉണ്ടായോ സർ? ഞങ്ങൾ രണ്ടുപേരുമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും KTUവിലും ചാർജ് എടുത്തിട്ടുള്ളത്. ഞങ്ങളുടെ പീരീഡിനകത്ത് ഒരു ഭരണ സംഘടന പ്രതീക്ഷിച്ചതിന് 3 ദിവസം മുൻപേ KTUവില് പബ്ലിഷ് ചെയ്തിരുന്നു. അത് ഞാൻ VC ആയിരുന്ന സമയത്താണ് ഈ സർവകലാശാലയിലെ അധ്യാപകരോടും ഗൈഡറുമാണ് കാരണം 3 ദിവസം മുമ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്തു പ്രതീക്ഷിച്ചിരുന്നു. അത് തീർച്ചയായിട്ടും അധ്യാപകരുടെയും ജീവനക്കാരുടെയും വലിയ ഒരു പങ്കാണ്. കഴിഞ്ഞ ഒരു വർഷം നയിച്ച സാറ് പറയുന്നതിന് അപ്പുറം എന്താണുള്ളത്? അങ്ങനെ ഒരു ഭരണ കുറെ നാളുകളായി സിൻഡിക്കേറ്റ് യോഗങ്ങൾ കൂടാൻ കഴിയുന്നില്ല. ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ ഇന്റർനെറ്റിന്റെ ബില്ലോ വാഹനങ്ങൾക്ക് പെട്രോൾ അടിക്കാനോ പോലും പറ്റാത്ത തരത്തിലേക്ക് വലിയ തരത്തിലേക്ക് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള പ്രതിസന്ധിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെല്ലാം പറയുന്നത് ഈ സർക്കാരും അതുപോലെ തന്നെ VCമാരുടെ നിയമവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണെന്നാണ്. അപ്പോൾ ആ കാലഘട്ടത്തെയാണ് പോകുന്നത്. പഴയ കാര്യം കഴിഞ്ഞില്ലേ? ഇനിയിപ്പം അതെല്ലാം ഇന്നിപ്പം എനിക്കൊരു സ്വീകരണം കിട്ടി വരാൻ സാധിച്ചെങ്കിൽ മുന്നോട്ട് നോക്കിയാൽ പോരെ നമ്മൾ? പഴയ കാര്യങ്ങൾ ഇനി ചകഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടോ? അതോടെ എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്കിൽ അത് കറക്റ്റ് ചെയ്ത് പോകാനുള്ള ശ്രമം നടത്താം. അത് ഇതൊരു സ്ഥാപനമല്ലേ? ഇതെല്ലാവരുടെയും കൂടെ ഉള്ളൊരു സ്ഥാപനമല്ലേ ഗവൺമെന്റ്? ഇത് നിങ്ങൾ എന്തിനാണ് അതിനെ വേറെ കൃത്യമായിട്ട് വ്യക്തിപരമായിട്ട് കാണുന്നത്? ഇവിടെ ഒരു സിസ തോമസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയൊന്നും അല്ല, ഗവൺമെന്റോ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. പകരം അതൊരു സ്ഥാപനം എന്ന് പറയുന്നത് മനുഷ്യർക്കെല്ലാം അതീതമായിട്ടുള്ളതാണ് എന്നുള്ളൊരു ചിന്തയിൽ നമുക്ക് അങ്ങനെ അങ്ങ് ചിന്തിച്ചു പോകാം. അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. ഉണ്ട്.
ഒരുപാട് നന്ദിയോടാണ് അത് കാണുന്നത്. തീർച്ചയായിട്ടും. യെസ്, സിസ തോമസ് ചുമതലയേറ്റതിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലത്തെ മറക്കാം, ഇനി മുന്നോട്ട് എന്നുള്ളതാണ് അവരുടെ നിലപാട്. എല്ലാവരുടേതുമാണ് സർവകലാശാല, അത് നന്നായി പോകേണ്ടതാണ് സർവകലാശാലയിലെ ഓരോ ഉദ്യോഗസ്ഥൻ്റെയും ഉത്തരവാദിത്വം. തീർച്ചയായും അങ്ങേയറ്റം സ്വാഗതാർഹമാകുന്ന ഒരു പ്രതികരണം ആണത്. കുട്ടികളുടെ ഭാവി, അതിനാണ് സർവകലാശാലകൾ മുൻഗണന നൽകേണ്ടത്. അതിനപ്പുറത്ത് ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പോരോ ഭൂപ്പിളമ തർക്കമോ ഒന്നും അല്ല പ്രധാനം. ഇനിയെങ്കിലും ഇത് നന്നായിട്ട് കൊണ്ടുപോകാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കട്ടെ.